ജോൺ ബ്രിട്ടാസി, ഇലക്ട്രൽ ബോണ്ട് കേസിൽ ഇപ്പോൾ SBIക്ക് തിരിച്ചടി എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. പ്രതിപക്ഷം ഇത് വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്രത്യേകം ഒരു പാർട്ടിയെ സംരക്ഷിക്കാനുള്ള നടപടിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു താല്പര്യമാണ് SBIക്ക് എന്നുള്ള തരത്തിലുള്ള വാദങ്ങൾ ഒക്കെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ SBIക്ക് വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു ഈ സുപ്രീം കോടതി ഉത്തരവിനെ? സുപ്രീം കോടതി ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നു. മോഡി സർക്കാരിന്റെ കീഴിൽ എല്ലാ സ്ഥാപനങ്ങളും യഥാർത്ഥത്തിൽ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. ഗവൺമെന്റിനോട് പൂർണ്ണ വിധേയത്വമാണ് ഈ സ്ഥാപനങ്ങളുടെയൊക്കെ മുഖമുദ്ര എന്ന് പറയുന്നത്. സുപ്രീം കോടതി വിധിയെ പോലും ധിക്കരിച്ചുകൊണ്ട് സർക്കാരിന് അനുകൂലമായ ഒരു തീരുമാനമെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് SBI ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ ജൂൺ വരെ സമയം തേടിയത്. ഇതിനിടയിലാണ് മുൻ ധനകാര്യ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞത്, ഇന്നത്തെ കമ്പ്യൂട്ടറൈസ്ഡ് യുഗത്തിൽ അരമണിക്കൂർ കൊണ്ട് ഈ ബോണ്ടിന്റെ ഡീറ്റെയിൽസ് ആര് എപ്പോൾ എത്ര രൂപയ്ക്ക് എങ്ങനെ വാങ്ങി എന്നുള്ള വിവരം അരമണിക്കൂർ കൊണ്ട് കമ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ നീട്ടിവെക്കാൻ വേണ്ടി SBI ശ്രമിച്ചത് എന്ന് ഏവരും പരസ്യമായിട്ട് വെളിപ്പെടുത്തിയിരുന്നു. യഥാർത്ഥത്തിൽ ഒരു സർക്കാരിന് വേണ്ടി ഒരു സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട പൊതുമേഖലാ ബാങ്ക് എത്രത്തോളം കീഴ്പ്പെടുന്നു എന്നതിന്റെ തെളിവാണ്. ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് പണാധിപത്യം എന്നുള്ളത് BJPയുടെ മുഖമുദ്രയാണെന്ന് ഒരിക്കൽ കൂടി അടിവരയിടുന്ന തീരുമാനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു ഹിമക്കട്ടയുടെ അഗ്രം മാത്രമാണ്. യഥാർത്ഥത്തിൽ എത്രയോ കള്ളപ്പണക്കാര് അല്ലെങ്കിൽ മറ്റ് വിദേശ കമ്പനികൾ, യഥാർത്ഥത്തിൽ വിദേശ ശത്രുക്കൾ പോലും BJPക്ക് പണം നൽകി എന്നുള്ള വിവരം പുറത്തു വരും എന്നുള്ളത് കൊണ്ടാണ് അത് തടയാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെയും BJPയുടെയും ഒത്താശയോടുകൂടി SBIയെ ഇങ്ങനെ ഒരു ഒത്തുകളി നടത്തിയത്.